ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കല്യാണത്തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. കല്യാണം പറഞ്ഞാൽ ഇക്കാൻ്റെ പെങ്ങളുടെ കല്യാണം, ഇക്കാൻ്റെ കുഞ്ഞുമ്മാൻ്റെ മോളുടെ കല്യാണമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലും ഇതിലൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അവർക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിൽ. വ്യാഴാഴ്ച ആയിരുന്നു കേട്ടോ കല്യാണം. ചൊവ്വ ബുധൻ വ്യാഴം ഒക്കെ അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നപ്പോഴേക്കിനും നമുക്ക് പണിയായിട്ടുണ്ട് കേട്ടോ. ചെറുതിന് വീണ്ടും വയ്യാണ്ടായി, ജലദോഷമുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണം, വിളിച്ച് ബുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൊണ്ടുപോകണം. കുറച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഡോക്ടർ ഉണ്ടാവുക. ഉച്ചയ്ക്ക് ശേഷം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട്. അപ്പോൾ ഇക്ക വന്നിട്ട് പോകണം. ടോക്കൺ കിട്ടിയിരിക്കുന്നത് 145 കേട്ടോ. അപ്പോൾ എപ്പോഴേക്കും ആവാമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോയിട്ട് വിരുന്നിനൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. കാരണം അവന് ജലദോഷം വന്നപ്പോൾ തന്നെ പിന്നെ യാത്ര ഒഴിവാക്കി കേട്ടോ. കാരണം ലോങ് ആയിട്ടാണല്ലോ. ഇവിടെ കുഞ്ഞുമ്മാൻ്റെ വീട് പറഞ്ഞാൽ കുന്നംകുളത്താണ് കേട്ടോ. പക്ഷെ അവളെ കൊണ്ടുപോകണത് ഇക്കാൻ്റെ വീടിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ. ആലത്തൂർ വടക്കഞ്ചേരി ആ ഭാഗത്തേക്കാണ് കൊണ്ടുപോകണത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പിന്നെ അത്രയും ദൂരം അന്നത്തെ ദിവസം പോയിട്ടോ. കല്യാണത്തിൻ്റെ ദിവസമൊക്കെ പോയി കൊണ്ടാക്കിയിട്ട് വന്നു, കൂട്ടിയിട്ട് വരികയൊക്കെ ചെയ്ത്. പിറ്റേ ദിവസം പിന്നെ നമ്മൾ അടുക്കള കാണാൻ ചടങ്ങിനൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. മോന് വയ്യാത്ത കാരണം കൊണ്ട് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നത് തിങ്കളാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. തിങ്കളാഴ്ച രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് നേരെ അടുക്കള കയറിയിട്ടുണ്ട്. അപ്പോൾ മൂത്തത് ഇവിടെ ഇങ്ങനെ ഞാൻ അവിടെ പിടിച്ചിരുത്തിയതാണ് കേട്ടോ അടുക്കളയിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ അവന് ചെറുതിനെ കൊണ്ട് ഭയങ്കര തല്ലും അടിയൊക്കെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പിടിച്ചിരുത്തിയതാണ് കേട്ടോ. കാരണം അവന് വയ്യാത്ത കാരണം ഉമ്മാൻ്റെ അടുത്ത് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അവനെ എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവനും ഞാനും ഓരോന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയുണ്ട്. അപ്പോൾ ഞാൻ റാഗിപ്പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് കടലക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് കടലയൊക്കെ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലയൊക്കെ ശരിയാക്കി ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് അംഗനവാടിയിൽ നിന്ന് ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ വറുത്ത റാഗിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലാസ് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം നമ്മുടെ പുട്ടും കൂടെ കേടുവന്നിരിക്കുകയാണ്, അതിന് ഓട്ടയിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ്സിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. സാധാരണ ഞാൻ മറ്റേ പുട്ട് ഗ്ലാസ്സിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഇതിൽ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കി നോക്കാൻ വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പൊടി നല്ലോണം നനഞ്ഞു കഴിഞ്ഞാൽ, വെള്ളമായി കഴിഞ്ഞാൽ അതിങ്ങനെ ഇതായി കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ മണി പിടിക്കാത്ത രീതിക്ക് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതാക്കി എടുക്കുകയാണ് കേട്ടോ. പൊടിയായിട്ട് തന്നെ കുഴച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാക്കണം. അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ. അപ്പോൾ ഞങ്ങൾക്ക് മാത്രം മതിയല്ലോ, ഞാനും ഉമ്മയും മോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമുള്ളത് ഉണ്ടാക്കണമല്ലോ കേട്ടോ. ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഇക്ക കഴിക്കില്ല. ഇക്ക വരുമ്പോഴേക്കും ഉച്ചയാവുമല്ലോ. അപ്പോൾ ഇക്കാക്ക് കരുതിയിട്ട് കാര്യമില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾക്കുള്ളതിന് കുറച്ച് തന്നെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുത്തി നിറച്ചാക്കുന്നില്ല കേട്ടോ. കാരണം ആവി വരാൻ ഇതായി കഴിഞ്ഞാൽ വേവില്ലല്ലോ, വെന്ത് കിട്ടില്ലല്ലോ. അത് കാരണം അപ്പോൾ തേങ്ങ കുറച്ച് അത്യാവശ്യം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗ്ലാസ്സിലാക്കിയിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ ഇത് വെച്ചിട്ട് അതിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിനെ കാണുമ്പോൾ എനിക്ക് നമ്മൾ ചെറുപ്പത്തിൽ പുട്ടൊക്കെ ഉണ്ടാക്കി കളിക്കുന്നത് ഓർമ്മ വരും കേട്ടോ. മണ്ണും കൊണ്ട് പുട്ടൊക്കെ ഉണ്ടാക്കി ചിരട്ടയിലൊക്കെ കളിക്കില്ലേ, അതാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അങ്ങനെ അതൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ആവിയിൽ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5-6 മിനിറ്റൊക്കെ വേണ്ട. ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തന്നെ ആവി കിടന്നാലേ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ആ രീതിക്ക് ആവി കിടക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം കേട്ടോ. അങ്ങനെ അടച്ച് വെച്ചിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കും. ഇങ്ങനെ ടേസ്റ്റൊക്കെ അറിയുന്നുണ്ടായിരുന്നില്ല, പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ. കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. മോനിങ്ങനെ കൊടുത്തതാണ് കേട്ടോ പഞ്ചസാര കിട്ടുക. അപ്പോൾ അവനത് ഉരുണ്ട് താഴെ വീഴുമ്പോൾ മെല്ലെ പിടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. മെല്ലെ നടന്നിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ കഴിച്ചോളാമെന്നും പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അവൻ കുറേ ദിവസമായി അതിൻ്റെ പാക്കറ്റിൻ്റെ മുകളിൽ കണ്ടിട്ട് അവൻ ഉണ്ടാക്കി തായോ അമ്മച്ചി എന്ന് പറയാൻ തുടങ്ങിയിട്ട് കേട്ടോ. അവനെന്താ പുട്ടും പിന്നെ ക്ലാസ്സിലാവുകൊണ്ട് നമുക്ക് ഓരോ കഷ്ണം ഓരോരുത്തരേക്ക് എടുത്താൽ കറക്റ്റ് പാകത്തിലായിട്ടുണ്ട് കേട്ടോ. കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറുതിന് കുറുക്ക് കൊടുക്കുകയാണ് കേട്ടോ. അവന് കഫക്കെട്ട് കാരണം കൊണ്ട് ഇങ്ങനെ കഴിക്കാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അവൻ കഴിക്കുമ്പോൾ ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി അങ്ങനെ ആയിരുന്നു കേട്ടോ. ഫുഡ് കൊടുത്തപ്പോൾ നല്ല ചുമയായിരുന്നു. അപ്പോൾ പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും കൊടുക്കാതിരിക്കാനും പറ്റില്ല. വിശന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് കുറേശ്ശെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇക്ക വന്നപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു കേട്ടോ.
അപ്പോൾ നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നു. അപ്പോൾ ഇക്കൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വേഗം ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കതാ പൊറോട്ട ഇതൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ടോക്കൺ എടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നും ആയിട്ടില്ല കേട്ടോ. ടോക്കൺ 30 ആയിട്ടുള്ളൂ, 145. അവർ പറഞ്ഞു 9 മണി മുതൽ 3 മണിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ വേഗം കാണിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. കാരണം ഇക്ക വന്നപ്പോൾ വേഗം വന്നു കേട്ടോ. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. 3-3:30 4 മണി വരെ നിന്നു കേട്ടോ. അതും കഴിഞ്ഞിട്ട് വിളിക്കുന്നില്ലാണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് ഇക്കാൻ്റെ കല്യാണം കഴിഞ്ഞ പെങ്ങളും ചെക്കനും കൂടി വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ഞങ്ങൾ അവർ വരുന്നതിന് മുന്നേ കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്, പക്ഷേ അതിന് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പറഞ്ഞപ്പോൾ അവൻ്റെ ഒരു റിലേറ്റീവ്സ് ഇവിടെ പട്ടാമ്പി ഉണ്ട് പറഞ്ഞു. അപ്പോൾ അവർ നേരെ അങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ അവിടെ തിരിച്ച് വരുമ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വരുമ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, തലേദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിക്ക് കുറച്ച് മത്തനും പയറും കൂടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടു. എന്നിട്ട് വേണം ഇനിയിപ്പോൾ രാത്രി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തുള്ളൂ പറഞ്ഞു. അപ്പോൾ നമ്മളോട് 8 മണിക്ക് ശേഷം വന്നാൽ മതി പറഞ്ഞു കേട്ടോ. എപ്പോഴാണ് വരേണ്ടതെന്ന് അവിടെ ചോദിച്ചപ്പോൾ ടോക്കണൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എപ്പോഴാണ് വരേണ്ടത് വെച്ചപ്പോൾ അവർ പറഞ്ഞു 8 മണിക്ക് ശേഷമൊക്കെ വന്നാൽ മതിയെന്ന്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഒന്നും ഉണ്ടാക്കണ്ട, ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ട് വരികയാണ്, വിരുന്നൊക്കെ ആയിട്ട് പിന്നെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും പൊറോട്ടയും പത്തിരിയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുഞ്ഞമ്മയും വിളിച്ച് പറഞ്ഞു ഉണ്ണിക്കും വയ്യാത്തതല്ലേ, അപ്പോൾ ഒന്നും ഉണ്ടാക്കൊന്നും വേണ്ട പറഞ്ഞിട്ട്. അങ്ങനെ അവനാണെങ്കിൽ വാശി പിടിച്ചിട്ട് എടുത്തിട്ടേ ഇരിക്കണം ഒരാൾ കേട്ടോ. അപ്പോൾ അത് കാരണം ഒന്നും ഉണ്ടാക്കില്ല. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് എണ്ണക്കടി വാങ്ങിയിട്ട് ചായയൊക്കെ വെച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങാൻ ആവണുള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടി ഇങ്ങനെ അവനൊക്കെയാണെങ്കിൽ ചുമച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ, ഭയങ്കര വാശിയും കുറുമ്പും ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ വന്ന് രാത്രിയായിട്ട് ഞങ്ങൾ പിന്നെ രാത്രി ഹോസ്പിറ്റലിലേക്കൊക്കെ പോയിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അവരങ്ങനെ കുന്നംകുളത്തേക്ക് പോയി. ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലും പോയി ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ തന്നിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കണ്ടു വരുമ്പോൾ 9:30 ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോഴേക്കിനും. പിന്നെ അവരെ വന്നത് നമ്മൾ വീഡിയോ എടുക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. അങ്ങനെ അവർക്ക് ചായയും എണ്ണക്കടിയൊക്കെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി വിരുന്നൊക്കെ ആയിട്ട് പിന്നെ ഒരു ദിവസം വിളിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോന്നു കേട്ടോ. പിന്നെ അങ്ങനെ വീട്ടിൽ വന്ന് മോന് മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെ കിടക്കുന്നതൊക്കെ ആയി. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ അത്. രാവിലെ നമ്മൾ രാത്രി പാത്രങ്ങളൊന്നും കഴുകി വയ്ക്കാൻ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മോന് വയ്യാത്തതിന് മരുന്ന് കൊടുത്തപ്പോൾ പിന്നെ അവന് ഛർദ്ദിക്കലും കഫം അങ്ങനെ നല്ലതായിട്ട് ഛർദ്ദിക്കലും എടുക്കലും ഒക്കെ ആയിട്ട് ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവനെടുത്തിട്ട് ഉറക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വന്നപ്പോൾ അടുക്കളയിൽ കുറച്ചൊക്കെ പാത്രങ്ങൾ ഫുഡ് കഴിച്ചതൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. രാവിലെ അടുക്കള അങ്ങനെ നമുക്ക് വൃത്തിയില്ലാതെ കണ്ടാൽ തന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ലല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴുകി വെച്ചതിന് ശേഷം പിന്നെ രാവിലത്തെ പണി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ആകെ അലമ്പായിട്ട് മൊത്തം വൃത്തികേടായിട്ട് കിടക്കും. അപ്പോൾ ഇന്നിപ്പോൾ ചായയുടെ കടിയായിട്ട് ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കാരണം അവന് വയ്യാത്തതല്ല. അപ്പോൾ എന്തിനേലും മെനക്കെട്ട് നിന്ന് കഴിഞ്ഞാൽ അവനെ ഇടയ്ക്ക് എടുക്കലും പാൽ കൊടുക്കലും എടുത്ത് തോളിലിട്ട് നടക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. അപ്പം ഉമ്മാൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നാലും പിന്നെ അവൻ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി വാശി പിടിക്കും. അപ്പോൾ ചെറുപയർക്കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവന് കുറുക്കധികം കഴിക്കാത്ത കാരണം കൊണ്ട് ചെറുപയർക്കഞ്ഞി ആവുകൊണ്ട് പിന്നെ ചെറുപയറാവുകൊണ്ട് പാലുണ്ടാവാനും നല്ലതാണല്ലോ, കൂടുതലായിട്ട് പാൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് വേഗം പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് മൂത്താൾ എണീറ്റും അവനെടുക്കലും. അപ്പോൾ അവനൊരു വാശിയിലാണ് എണീറ്റത് കേട്ടോ, എടുക്കുക എന്നൊക്കെ വേണ്ട. അവനെടുത്ത് അവിടെ കൊണ്ടുപോയിട്ട് അപ്പോൾ പാൽ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനത് വേണ്ട പറഞ്ഞിട്ട് കട്ടൻ ചായ ഉണ്ടാക്കണം കേട്ടോ. കട്ടൻ ചായ മതി പറഞ്ഞിട്ട് അപ്പോൾ അവന് വേഗം കട്ടൻ ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് ഇവിടേക്ക് ഒന്ന് തുടച്ചിട്ടതിന് ശേഷം വെക്കാമെന്ന് വെച്ചിട്ടോ. ചായയും വെച്ചിട്ട് വേഗം തന്നെ കുക്കറിൽ ചെറുപയറും അരിയും കൂടെ ഒന്നിച്ച് അങ്ങോട്ട് കഴുകിയിട്ട് കഴിഞ്ഞാൽ അത് വേഗം ആവില്ല. രാവിലെ തന്നെ അവനും കൊടുക്കുക ഞങ്ങൾക്കും കഴിക്കുക എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണത്. കാരണം ചായയുടെ കടി ഉണ്ടാക്കാനൊക്കെ നിന്ന റിസ്ക്കാണല്ലോ. അപ്പോൾ പിന്നെ വലുതിനും അവനും ഉണ്ട് കേട്ടോ, സ്വത്തുവിനും ഉണ്ട് ജലദോഷം, മൂക്കിന് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അംഗനവാടിക്കൊന്നും വിടുന്നില്ല 2 ദിവസം. ഇനിയിപ്പോൾ എന്തായാലും മാറിയിട്ട് വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവനും നോക്കണമല്ലോ. അപ്പോൾ അവന് നേരത്തിന് തന്നെ ഫുഡ് വേഗം കൊടുക്കണമല്ലോ. അപ്പോൾ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ വേഗം ചായ കൊടുത്തു കേട്ടോ. ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, എന്നാലും അവർ വരുമ്പോൾ കുറേ ബേക്കറിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിസ്ക്കറ്റ് കണ്ടപ്പോൾ അവന് കട്ടൻ ചായ കുട്ടി കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ ഇതാക്കിയിട്ട് ഞാൻ അങ്ങനെ കൊടുത്തു കേട്ടോ. മറ്റേത് അവിടെ നിന്ന് അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മരുന്ന് കൊടുക്കുമ്പോഴാണ് ഒരു അംഗം കേട്ടോ. മരുന്ന് കൊടുക്കാൻ ഭയങ്കര യുദ്ധമാണ് കേട്ടോ.
തീരെ മരുന്ന് കുടിക്കില്ല, തീരെ പറഞ്ഞാൽ തീരെ കുടിക്കില്ല. വായിൽ വെച്ചിരുന്നിട്ട് നമ്മൾ കൈ എടുത്ത് കഴിഞ്ഞാൽ അപ്പം തുപ്പൂട്ടോ. അപ്പോൾ ഇന്നലെ അവർ വരുന്ന രാവിലെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വെക്കാനൊന്നും പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ മോന് വയ്യാത്ത, നിങ്ങൾ കുഞ്ഞുമൊക്കെ പറഞ്ഞു ഇപ്പോൾ ഒന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഇന്നിപ്പോൾ അതങ്ങോട്ട് എടുത്തിട്ട് വേഗം കുക്കറിൽ ഒറ്റ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ, വേറെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ പിന്നെ മക്കളെയൊക്കെ കുളിപ്പിച്ച് ചെറുതിന് മേലൊക്കെ കഴുകി, രണ്ടാളും മേലെ തന്നെ കഴുകിയിട്ടുള്ളൂ കേട്ടോ. ഇതാക്കിയിട്ടൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.